ഇവിടെ 100 പേരെ സഹായിക്കാനുണ്ട് സഹോദര. നമ്മുടെ കുഞ്ഞുമക്കളെ പട്ടിണി കിടക്കാൻ ഒരു മാതാപിതാക്കളും തയ്യാറാവുകയില്ല, ഒരു ഉപ്പയും ഉമ്മയും തയ്യാറാവുകയില്ല. നമ്മുടെ മക്കൾ ഇഷ്ടപ്പെടുന്ന ആഹാരം വാങ്ങിക്കൊടുക്കാൻ അവർ തയ്യാറാകുമെങ്കിൽ ബഹുമാനമുള്ള സഹോദര, നമ്മുടെ അവസാനം അന്ത്യനിമിഷം മോശമായി നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, നരകത്തിലേക്കാണ് ചെന്ന് പതിക്കുന്നതെങ്കിൽ, അവിടുത്തെ ആഹാരത്തിന് വേണ്ടി വിശക്കുമ്പോൾ നിലവിളിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ദാഹിച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് അവൻ അല്ലാഹുവിനോട് ഒരു തുള്ളി ജലനീർ തുള്ളിക്ക് വേണ്ടി ചോദിക്കുകയാണ്. അവൻ സഹായം തേടുകയാണ്. പടച്ചവനെ, ഒരിറ്റ് ജലം തന്നെ സഹായിക്കണേ അല്ലാഹ്. വെള്ളത്തിന് വേണ്ടി അവൻ യാചിക്കുമ്പോൾ, വെള്ളത്തിന് വേണ്ടി അവൻ തുടിക്കുമ്പോൾ, വെള്ളത്തിന് വേണ്ടി ആവലാതിപ്പെടുമ്പോൾ, വെള്ളത്തിന് വേണ്ടി വെപ്രാളപ്പെടുമ്പോൾ, ഉരുകിയ ലോഹം പോലെയുള്ള വെള്ളമാണ് നൽകപ്പെടുക. അവന്റെ മുഖത്തേക്ക് അത് കോരിയൊഴിക്കപ്പെടുകയും അവന്റെ മുഖം കരിഞ്ഞു പോവുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ മോശമായ വെള്ളമാണത്, മോശമായ വെള്ളമാണത്. അവന്റെ ശരീരമാസകലം ഉരുക്കിക്കളയുന്ന വെള്ളമാണത്. ദുരന്തം പിടിച്ച സ്ഥലമാണത്. അവിടുത്തെ വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കല്ലേ, വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കല്ലേ. ചൂടുവെള്ളം കുടിക്കാൻ നമുക്ക് കഴിയുമോ? ചൂടുവെള്ളത്തിന്റെ ഗ്ലാസ് പിടിക്കാൻ കഴിയുമോ? ചൂട് ചായയുടെ ഗ്ലാസ് പിടിക്കാൻ കഴിയുമോ? ചൂട് ചോറ് കഴിക്കാൻ കഴിയുമോ? ഇല്ല എങ്കിൽ സഹോദര, തിളച്ചു മറിയുന്ന ഉരുകിയ ലോഹത്തിന്റെ അവസ്ഥ എന്താണ്? അതിന്റെ പരിസരത്ത് പോലും പോകാൻ കഴിയാത്ത നമുക്ക് അല്ലാഹു തആല ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിൽ കത്തിച്ച ഉരുകിയ ലോഹം പോലെയുള്ള വെള്ളമാണ് നമ്മളെ കുടിപ്പിക്കുക, ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു തരും. നമ്മളെ അല്ലാഹു വേദനിപ്പിക്കുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് രക്ഷയില്ലാതെ വരുമ്പോൾ ഈ നരകവാസികൾ സ്വർഗ്ഗവാസികളെ നോക്കിക്കൊണ്ട് വിളിച്ചു പോവുകയാണ്. എത്ര സഹോദരങ്ങൾ, സഹപ്രവർത്തകരാണ് ദുനിയാവിൽ ഒരുമിച്ച് കൂടി കഴിഞ്ഞുകൂടിയത്. അവർ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ ഒരു പറ്റം സുഹൃത്തുക്കൾ നരകവാസികളായി മാറിയെങ്കിൽ അവർ നരകവാസികളായി നിന്നുകൊണ്ട് സ്വർഗക്കാരോട് വിളിച്ചു ചോദിക്കുകയാണ്. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന. നരകവാസികൾ സ്വർഗവാസികളോട് ചോദിക്കുകയാണ്. അന്നഫീമു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വെള്ളത്തിൽ നിന്ന് അല്പം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ, ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ എന്ന് നമ്മുടെ ദുനിയാവിലെ സുഹൃത്തുക്കൾ സ്വർഗത്തിൽ കിടക്കുമ്പോ അവരെ വിളിച്ച് നമ്മൾ കേണപേക്ഷിച്ച് യാചിക്കുമ്പോൾ ആ സുഹൃത്തുക്കൾ പറയുമത്രേ, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. വെള്ളവും ആഹാരവും നിങ്ങളുടെ മേൽ അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാണ്, നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അല്ലാഹു ഹറാമാക്കിയ ആ വെള്ളം ഞങ്ങൾക്ക് തരാൻ കഴിയില്ല സഹോദര, തരാൻ കഴിയില്ല സഹോദര എന്ന് സ്വർഗവാസികൾ പറയുമ്പോൾ ഇവന്റെ വെപ്രാളത്തിന് പരിഹാരമായി അല്ലാഹു അവന് നൽകുന്ന ആഹാരം എന്തെന്നറിയുമോ? ഇന്ന ശജറത്തസ് സഖൂം. സഖൂം എന്ന വൃക്ഷത്തിന്റെ മുള്ളാണ് അവന് നൽകുക. തആമുൽ നസീം. പാപികളുടെ ആഹാരമാണത്, റമളാനിനെ ആദരിക്കാത്തവന്റെ ആഹാരമാണത്, കള്ളുകുടിയന്മാരെ മദ്യപാനികളുടെ നിങ്ങളുടെ ആഹാരമാണത്, ലോട്ടറി എടുക്കുന്നവരെ കച്ചവടക്കാരെ അതിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ, അതിൽ നിന്ന് തൗബ ചെയ്തില്ല എങ്കിൽ അവരുടെ ആഹാരമാണത്. ആത്മഹത്യ ചെയ്യരുത്, ആത്മഹത്യ ചെയ്യരുത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരുടെയും അന്ത്യം മോശമായിരിക്കും. പലിശ വാങ്ങരുത്, കൊടുക്കരുത്. പണയം വെച്ചിട്ട് പലിശ കൊടുക്കരുത്, അതും തെറ്റാണ് സഹോദരിമാരെ. നമ്മൾ കരുതും പലിശ വാങ്ങൽ മാത്രമാണ് തെറ്റ്, പലിശ കഴിക്കൽ മാത്രമാണ് തെറ്റ്, അതല്ലാതെ കൊടുക്കൽ തെറ്റില്ല എന്ന് നമ്മൾ കരുതുമെങ്കിൽ സഹോദര
പലിശ വാങ്ങരുത്, അത് എഴുതരുത്, അതിനുവേണ്ടി കൂട്ടു നിൽക്കരുത്, അതിനുവേണ്ടി ഫൈനാൻസ് ഒരുക്കി കൊടുക്കാൻ നിൽക്കരുത്. പണയത്തിന്റെ രസീത് വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയി പലിശ അടയ്ക്കാൻ നിൽക്കരുത്. അങ്ങനെ പലിശയില്ലാത്ത പണയം മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. വാങ്ങിയാലും തിന്നാലും കൊടുത്താലും എഴുതിയാലും കൂട്ടു നിന്നാലും പലിശയുടെ പൈസ എടുക്കുന്നതിന് ഒരുത്തനെ പിടിച്ചുകൊണ്ടുപോയി ബാങ്കിലേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താലും ഇവനെല്ലാവരും ഇതിൽ സമന്മാരാണ്. അതിൽ നിന്ന് പിന്തിരിയാത്ത പക്ഷം അവന് നാളെ കൊടുക്കുന്ന ആഹാരമാണ് പാപികളുടെ ആഹാരമാണത്. വ്യഭിചാരികളുടെ ആഹാരമാണത്. അയൽപക്കക്കാരായ സഹോദരൻ ഗൾഫിലേക്ക് പോകുമ്പോൾ അയൽപക്കക്കാരിയുമായി ചങ്ങാത്തമുണ്ടാക്കിയിട്ട് പാവപ്പെട്ട സഹോദരൻ മരുഭൂമിയിൽ ചോര നീരാക്കി കഷ്ടപ്പെട്ടുകൊണ്ട് തന്റെ ഭാര്യയും സന്താനങ്ങളെയും പോറ്റുന്നതിന് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടി അവന്റെ ചോരയുടെ അംശം ഈ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് റീചാർജ് ചെയ്തു കൊടുത്ത് മൊബൈൽ ഫോണിലൂടെ അന്യ ഒരു പുരുഷനെ തന്റെ ഭർത്താവിന്റെ കിടപ്പറയിലേക്ക് പാതിരാ സമയത്ത് ക്ഷണിക്കുന്ന പെണ്ണെ, നിനക്ക് അല്ലാഹു നൽകുന്ന ആഹാരമാണ് വൃക്ഷത്തിന്റെ സഖൂം എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ മുള്ള്. ആ മുള്ള് പാപികളുടെ ആഹാരമാണ് പെണ്ണെ, പാപികളുടെ ആഹാരമാണ് പെണ്ണെ. ഇസ്ലാമിക പൈതൃകമുള്ള മുസ്ലിം ചെറുപ്പക്കാരി പെണ്ണ് സ്കൂളിലേക്ക് പോകുമ്പോൾ, കോളേജ് ക്യാമ്പസിലേക്ക് പോകുമ്പോൾ മുസ്ലിം സുഹൃത്തുക്കളുമായി ചങ്ങാത്തം ഉണ്ടാക്കിക്കൊണ്ട് അമ്പലത്തിന്റെയും ക്ഷേത്രത്തിന്റെയും കുരിശ് കവലകളുടെയും ബുദ്ധവിഹാരത്തിന്റെയും ഗുരുദ്വാരയുടെയും മുന്നിൽ പോയിട്ട് ഇസ്ലാമിക പാരമ്പര്യമുള്ള പെണ്ണ് ഇസ്ലാമിക ചൈതന്യത്തെ എന്നേക്കുമായി കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാല് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് കേവലം ക്ഷണികമായ ഒരു സുഖത്തിന് വേണ്ടി മുസ്ലിം സഹോദരനെ തന്റെ ഇണയാക്കി സ്വീകരിക്കുന്ന നാണംകെട്ട മുസ്ലിം സഹോദരിമാരെ, പെണ്ണെ, നിന്റെ ഈ ഹറാമിയത്തിന്റെ ദാമ്പത്യ സുഖം ഒരു സമയം അസ്തമിച്ചു പോകും പെണ്ണെ. നിന്റെ ചോരയും നീരും അവൻ ഊറ്റിക്കുടിച്ചതിന് ശേഷം ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ പുറമ്പോക്കിലോ അവൻ വലിച്ചെറിഞ്ഞിട്ട് നിന്നെ അവൻ ഒഴിവാക്കിയിട്ട് അവൻ മറ്റൊരു ജീവിതത്തിലേക്ക് കിടക്കുമ്പോ നീ ചത്ത് വെറും മൃതശരീരവുമായി ആറടി മണ്ണിലേക്ക് പോകുമ്പോ നിനക്കുള്ള ആഹാരമാണ് തആമുൽ അസീം. സഖൂം എന്ന വൃക്ഷം അതാണ്. ആ സഖൂം എന്ന വൃക്ഷം നീ കഴിക്കുമ്പോ നിന്റെ തൊണ്ടയിൽ കുടുങ്ങും സഹോദര സഹോദരി. നിന്റെ തൊണ്ടയിൽ കുടുങ്ങുമ്പോൾ വെള്ളത്തിന് വേണ്ടി നീ ചോദിക്കുകയാണ്. യഗ്ലി ഫിൽ ബുതൂൻ കഗൽമിൽ ഹമീം. അത് കഴിക്കുമ്പോൾ, ആ വെള്ളം കുടിക്കുമ്പോൾ നിന്റെ വയറ്റിൽ തിളച്ചു മറിയുകയാണ് ചൂടുവെള്ളം തിളയ്ക്കുന്നത് പോലെ. പരിശുദ്ധ ഖുർആനാണ്, പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ വിശ്വസിക്കുന്ന മുസ്ലിമേ, നീ ഇത് അംഗീകരിച്ചേ മതിയാവും. ഇത് അംഗീകരിക്കാത്തിടത്തോളം കാലം നീ ഒരു മുസ്ലിമേ അല്ല, നീ ഒരു ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ ഉടമയെ അല്ല. പാപികളെ, പാപം ചെയ്തവരെ തൗബ ചെയ്യാനുള്ള സമയമാണ്. കഴിഞ്ഞ കാലങ്ങളെല്ലാം അല്ലാഹു മാപ്പാക്കി തരും. ഇപ്പോൾ നിനക്ക് ആരോഗ്യമുണ്ട്, ആഫിയത്തുണ്ട്, നീ പടച്ചവനോട് ചോദിക്ക്. നാളെ നിന്റെ ഭർത്താവ് സഹായിയായി വരികയില്ല, നിന്റെ ഭാര്യ സഹായിയായി വരികയില്ല, മാതാപിതാക്കള് സഹായിയായി വരികയില്ല. ഇടുങ്ങിയ നരക കൊട്ടാരത്തിലേക്ക് നിന്നെ വലിച്ചെറിയപ്പെടുമ്പോൾ അവിടെ നിനക്ക് നൽകുന്ന ആഹാരമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കിയത്. കഗൽയിൽ ഹമീം യഗ്ലി ഫിൽ ബുതൂൻ കഗൽയിൽ ഹമീം. അവന്റെ വയറ്റിൽ കിടന്ന് ഉരുണ്ടുകൊണ്ട് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സമാഇൽ ജഹീം. പിടിക്കടാ അവനെ, കെട്ടടാ അവനെ, നരകത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ അവനെ ബന്ധിപ്പിച്ചുകൊണ്ട് നരകത്തിന്റെ ഭീമമായ ഭീകരമായ ഓരോ സ്ഥലങ്ങളിലേക്കും ഇവനെ വലിച്ചു കൊണ്ടുപോവുക. അതെല്ലാം അവൻ ആസ്വദിക്കട്ടെ. ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം ثم صبوه فوق رأسه من عذاب الحميم. ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിൽ കത്തിക്കുന്ന നരകത്തിന്റെ ചീഞ്ചലമുണ്ടല്ലോ, നരകത്തിന്റെ വെള്ളമുണ്ടല്ലോ, അത് അവന്റെ മുഖത്തേക്ക് ഒഴിച്ചു കൊടുക്കൂ മലക്കേ, ഒഴിച്ചു കൊടുക്കൂ മലക്കേ. കേൾക്കേണ്ട താമസം. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയരായ, അല്ലാഹുവിന്റെ കൽപ്പനകളെ പരിപൂർണമായി സ്ഥാപിക്കുന്ന
കൽപ്പിക്കുന്ന കൽപ്പനകളെ പരിപൂർണമായ നിലയിൽ നടപ്പിൽ വരുത്തുന്ന മലക്കുകൾ അത് അവന്റെ ശരീരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു തആല അവനോട്, പടച്ച തമ്പുരാൻ അവനോട് തമാശ രൂപേണ പറയുകയാണ്, ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം, രുചിക്കടാ, നീ നാട്ടിൽ മാന്യനായിരുന്നല്ലോ, നീ നാട്ടിൽ മാന്യനായിരുന്നല്ലോ, ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നല്ലോ, നീ ഒന്ന് ശബ്ദിച്ചാൽ, നീ ഒന്ന് കൈഞ്ഞൊടിച്ചാൽ നാനാഭാഗത്തു നിന്നും ഓടി വരാൻ ധാരാളം ജനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ നിന്നെ സഹായിക്കാൻ ആരുമില്ല. നീ രുചിക്ക്, ഇന്നക അൻതൽ അസീസുൽ കരീം. നരകം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. യാ അല്ലാഹ്, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഇവിടുത്തെ തീയും ഇവിടുത്തെ ചൂട് സഹിക്കാൻ കഴിയില്ല യാ അല്ലാഹ്. നാളെ ആരോരുമില്ലാത്ത, യാ അല്ലാഹ്, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ നരകത്തിന്റെ ഇടുങ്ങിയ കുഴിയിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ട് പടച്ചവനെ, ഈ തിളച്ചു മറിയുന്ന ചീഞ്ചലം ഞങ്ങളുടെ മേലേക്ക് ഒലിപ്പിക്കല്ല യാ അല്ലാഹ്. രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളെ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. ഞങ്ങളുടെ സന്താനങ്ങളെ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാരെ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. അശ്രദ്ധരായി കഴിയുന്ന ഈ മുസ്ലിം സഹോദരങ്ങളെ സഹോദരിമാർക്ക് പടച്ച തമ്പുരാനെ, നിന്നെ കുറിച്ചൊരു പേടിയിട്ട് കൊടുക്ക തമ്പുരാനെ. നരകത്തിന്റെ ഭയാനകത അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്ക അല്ലാഹുവേ. അശ്രദ്ധയിലാണ് റബ്ബേ. ഇത്രത്തോളം ഭയാനകമായ നിലയിൽ നീ ഞങ്ങളെ പേടിപ്പിക്കുകയാണല്ലോ തമ്പുരാനെ. പടച്ചവനെ, നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ മറ്റാരും ഞങ്ങളെ സഹായിക്കാനില്ല യാ അല്ലാഹ്. പടച്ചവനെ, നരകത്തെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നരകത്തിന്റെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് നരകവാസികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് അല്ലാഹു ഉപാധിയായി കണ്ടത് തഖ്വ. ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് നരകത്തിൽ നിന്ന് നാം മോചനം നൽകുകയും അതല്ലാത്തവരെ മുട്ടുകുത്തിയവരായ നിലയിൽ നരകത്തിലേക്ക് നാം തള്ളുകയും ചെയ്യും. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഒരു വഴിയാണ് തഖ്വ. ഇനി ധാരാളം വിഷയങ്ങൾ നരകവുമായി ബന്ധപ്പെട്ടതുണ്ട്, ധാരാളം വിഷയങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് ഒരു ദിവസം ഒരു പാപം പോലും ചെയ്യാത്ത നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 70 പ്രാവശ്യം ഒരു ദിവസം അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു. ഒരു പാപം പോലും ചെയ്യാത്ത നബി തങ്ങൾ 70 പ്രാവശ്യം. ഇന്നി അത്തൂബു ഇലല്ലാഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. 70 പ്രാവശ്യത്തെക്കാൾ കൂടുതൽ ഞാൻ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുമെന്ന് നിബിധങ്ങൾ പറഞ്ഞുവെങ്കിൽ എല്ലാ പ്രവാചകന്മാരും പശ്ചാത്തപിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പശ്ചാത്തപിച്ചില്ലേ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പശ്ചാത്തപിച്ചു പോയി. ആദ്യ പിതാവാണ്, നമ്മുടെ നേതാവാണ്, നമ്മുടെ പിതാവാണ്. ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അടുക്കരുതേ, കഴിക്കരുതേ എന്ന് പറഞ്ഞ് കനി ഭക്ഷിച്ചതിന്റെ പേരിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കോപത്തിനും അല്ലാഹുവിന്റെ വിദ്വേഷത്തിനും പാത്രീഭവിച്ചു പോയി. പടച്ചവന്റെ താക്കീത് വന്നു. ആദം നബി വിട്ടോളാൻ പറഞ്ഞു, നാട് വിട്ടോളാൻ പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് തൗബ ചെയ്തു. റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ആദം നബിയുടെ തൗബ, അല്ലാഹുവേ, ഞാനും എന്റെ ഭാര്യയും തെറ്റ് ചെയ്തു പോയി തമ്പുരാനെ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകിയില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടവാളികളായി പോകും അല്ലാഹ്. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് തരണം അല്ലാഹ്. ആദം നബിയും ഹവ്വായും നമ്മൾ ദുആ ചെയ്യുന്നതാണ്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അല്ലാഹു അത് കേട്ടു, ഏറ്റു പറഞ്ഞു. ആദം
ആദം പറഞ്ഞു, അല്ലാഹു അത് സ്വീകരിച്ചു. അല്ലാഹു സ്വീകരിച്ചു. അല്ലാഹു തആല തൗബ സ്വീകരിച്ചു, മാപ്പാക്കി. അല്ലാഹു തആല ആദം അലൈഹിസ്സലാം തൗബ ചെയ്തു. ആദമിനെക്കാളും വലിയ ആൾക്കാരാണോ നമ്മൾ? ഇവനെ തൗബ ചെയ്യുന്നില്ല. ആദമിനെക്കാളും വലിയ ആൾക്കാരാണോ? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തു. വദന്നൂനി ഇദ് ദഹബ മുഗാളിബൻ ഫളന്ന അൻ ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. അല്ലാഹ്, നിന്നെ അംഗീകരിക്കാതെ, നിന്റെ വാക്ക് സ്വീകരിക്കാതെ, നിന്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ട് ഉമ്മത്തിനോട് പറഞ്ഞിട്ട് അത് സ്വീകരിക്കാതെ വന്നപ്പോൾ ഞാൻ ഇറങ്ങി ഓടിയതാണ്, ഒളിച്ചോടാൻ നോക്കിയതാണ്. പക്ഷെ നീ എന്നെ വിട്ടില്ല. അല്ലാഹുവേ, ഞാൻ ഇത്തിരി അഹങ്കാരം കാണിച്ചു പോയി. അല്ലാഹു തആല എന്താ ചെയ്തത്? കപ്പലിൽ നിന്ന് എടുത്ത് കടലിലോട്ട് എറിഞ്ഞു. യൂനുസ് നബിയെ ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെയും യൂനുസ് നബിയും കൂടെ മറ്റൊരു വലിയ മത്സ്യം വിഴുങ്ങി. വയറ്റിനകത്ത് കിടന്നുകൊണ്ട് ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഞാൻ അക്രമിയായി പോയി അല്ലാഹ്, നീ അല്ലാതെ മറ്റാരുമില്ല യാ അല്ലാഹ്, എനിക്ക് നീ മാപ്പ് താ. അല്ലാഹു സുബ്ഹാനഹു വ തആല 40 ദിവസം കഴിഞ്ഞപ്പോൾ മാപ്പ് ചെയ്ത് ആ മത്സ്യത്തോട് പറഞ്ഞു കൊണ്ടുപോയി കക്കിക്കളയാണ്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു തൗബ ചെയ്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ അനുയായികളിൽപ്പെട്ട ഒരാളും എതിരാളികളിൽപ്പെട്ട ഒരാളുമായിട്ട് ശണ്ട കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം സഹായം ചോദിച്ചു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. എതിരാളികളുടെ സഹായം ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായിയാണല്ലോ. ആള് വടിയായി, ആള് മരിക്കുമെന്നറിഞ്ഞില്ല. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ട് അടിച്ചു, ആള് മരിച്ചുപോയി. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഹങ്കരിച്ചോ? ഇല്ല. റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ. അല്ലാഹുവേ, ഞാൻ എന്റെ സ്വന്തത്തോട് അക്രമം കാണിച്ചു പോയി, നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തു. ഫഗഫറ ലഹു. മൂസാ നബിക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. മൂസാ നബിക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. ഇപ്പൊ പ്രവാചകന്മാരെല്ലാം തൗബ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തൗബ ചെയ്തു. അല്ലാഹു നമ്മളോട് പറയുന്നു, എന്നോടും നിങ്ങളോടും പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ്, തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹാ. സത്യവിശ്വാസിനികളെ, അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങണമേ. അല്ലാഹുവിലേക്ക് നിങ്ങൾ നല്ല നിലയിൽ പശ്ചാത്തപിച്ചു മടങ്ങണമേ. നല്ല നബിതങ്ങള് പാപം ചെയ്യാത്ത നബിതങ്ങൾ 70 പ്രാവശ്യം പശ്ചാത്തപിക്കും. നമ്മള് ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം പശ്ചാത്തപിക്കണം. ദുആ ചെയ്യാനുള്ള സമയമില്ല. നിസ്കരിക്കാൻ സമയം ഇഖാമത്ത് കൊടുക്കുമ്പോഴാണ് വരുന്നത്. അത് അവസാനത്തെ വക്കത്ത്. നിസ്കാരം കഴിഞ്ഞ ഉടനെ ചാടി എഴുന്നേറ്റ് പോലെ. പിന്നെ ഇവ എങ്ങനെയാണ് തൗബ ചെയ്യുക? എങ്ങനെയാണ് പശ്ചാത്തപിക്കുക? അതുകൊണ്ട് നിങ്ങൾ പശ്ചാത്തപിക്കണം. ഇനി പശ്ചാത്തപിച്ചില്ലെങ്കിലോ ومن لم يتب فأولئك هم الظالمون. ആരൊരാൾ പശ്ചാത്തപിച്ചില്ലയോ തീർച്ച മനസ്സിലാക്കിക്കോ, അവൻ അക്രമി തന്നെയാണ്. ഖുർആനാണ് പറയുന്നത്. തൗബ ചെയ്യാത്തവൻ അഹങ്കാരിയാണ്, അക്രമിയാണ്. ആരാ പറയുന്നത്? നബിയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ومن لم يتب فأولئك
ഹുമുൽ ളാലിമൂൻ. അല്ലാഹു തൗബ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാവരും തൗബ ചെയ്യണം സഹോദരൻ. ഒറ്റയ്ക്ക് അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്താൽ ഒറ്റയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ദുആ ആണ് തൗബ. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് തൗബ എന്നും പറഞ്ഞ് നമ്മളെല്ലാവരും അങ്ങനെ പഠിച്ചവനെ എന്റെ അസുഖം മാറ്റി ഉസ്താദ് പറയും, നമ്മൾ ഏറ്റു പറയും, അല്ലാഹുവേ ഞാൻ വ്യഭിചരിച്ചു മാപ്പാക്കണേ. വ്യഭിചരിക്കാത്തവനും പറയും വ്യഭിചരിച്ചു മാപ്പാക്കണേ. അതൊരു പ്രചോദനം തൗബ നിങ്ങൾ ചെയ്യാൻ വേണ്ടി അല്ലാഹുവിനോട് ഏറ്റു പറയണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ അബ്ദ ഇദാ ഇതറഫ ثم താബ അല്ലാഹു അലൈഹി. ഒരടിമ അവൻ തന്റെ പാപം ഏറ്റുപറയണം. എന്തായാലും പറയാ കുംഭസരിക്കുക. അത് ക്രിസ്ത്യാനികൾക്കാണ് കുംഭസാരം. അച്ഛന്റെ അടുക്കൽ പോയിട്ട് കുംഭസരിക്കുക. അച്ഛന്റെ ഇതൊക്കെ ആര് ഏറ്റെടുക്കാനാണോ? അല്ലാഹു. അപ്പൊ കുംഭസാരം നമുക്കില്ലല്ലോ. നമ്മുടെ കുംഭസാരം ആരോടാണ്? ഊപ്പർവാലയോടാണ്. അല്ലാഹുവിനോട് ഏറ്റുപറയുക. അതാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഇന്നൽ അബ്ദ ഒരു മുഅ്മിനായ സഹോദരൻ ഇദാ ഇതറഫ അവൻ ഏറ്റുപറഞ്ഞാൽ ثم താബ പിന്നീട് അവൻ പശ്ചാത്തപിച്ചാൽ താബ അല്ലാഹു അലൈഹി അല്ലാഹു അവന് പുറത്തു കൊടുക്കും. അപ്പൊ തൗബ ചെയ്യണം. വീണ്ടും ഹദീസ് അൻ ഉമ്മി ഇസ്മത്തുൽ ഔസിയ്യ റളിയല്ലാഹു തആല അൻഹാ പറയുകയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി പറയുകയാണ്, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ഒരു മുഅ്മിനായ സഹോദരൻ പാപം ചെയ്തു കഴിഞ്ഞാൽ വഖഫൽ മലകു അലൈഹി 3 സഅാത്ത് 3 മണിക്കൂർ മലക്കുകൾ എഴുതാതെ അവന്റെ തൗബയും പ്രതീക്ഷിച്ചിരിക്കും. ഇതിൽ കൂടുതലൊക്കെ എന്ത് കൺസെഷൻ അപ്പാ ചെയ്തു തരേണ്ടത്? മുഅ്മിനായ ഒരു സഹോദരൻ പാവം ചെയ്താൽ ഇന്നൽ മുഅ്മിനാണ്, മറ്റവനല്ല. മറ്റവൻ പാവം ചെയ്ത് അവന്റെ ഹൃദയം എല്ലാം കറുത്തു പോയി, കരിയോലടിച്ച്. ഇനി വൈറ്റ് വാഷ് ചെയ്യണമെങ്കിൽ വലിയ പാടാണ്. അങ്ങനെ തൗബ ചെയ്തു അവന് പിന്നെ അവന്റെ ഹൃദയം അങ്ങനെ മാറൂലല്ലോ. മുഅ്മിനായ സഹോദരൻ പാപം ചെയ്തു കഴിഞ്ഞാൽ വഖഫൽ മലകു 3 സഅാത്ത് 3 മണിക്കൂറുകളോളം മലക്ക് പ്രതീക്ഷിച്ചിരിക്കും. ഫൈൻ താബ വസ്തഗ്ഫറ ഈ 3 മണിക്കൂറിനകത്ത് അവൻ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്താൽ ലം യക്തുബുഹു അലൈഹി വലം യുഅദ്ദിബുഹു അല്ലാഹു യൗമൽ ഖിയാമ അവൻ ചെയ്ത പാപം അവിടെ രേഖപ്പെടുത്തുകയില്ല. ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനെ ആ പാപത്തിന്റെ പേരിൽ ശിക്ഷിക്കുകയുമില്ല. ഔ കമാ പാവം ചെയ്യുമ്പോൾ 3 മണിക്കൂർ. അപ്പൊ ഇനി പാവം ചെയ്തിട്ട് 3 മണിക്കൂറിനും തൗബ ചെയ്യാന്ന് കരുതണ്ട. അങ്ങനെയല്ല, നമ്മൾ ഈ പാവം ചെയ്തിട്ട് തൗബ ചെയ്യൂലല്ലോ. അപ്പൊ അതിനൊരു കൺസെഷൻ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാം. അറിയാതെ പറഞ്ഞു നോക്കിപ്പോയി. അല്ലാഹു തആല ഈ ആന്റിബയോട്ടിക് നമുക്ക് വെച്ചിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഒരു തെറ്റ് ചെയ്താൽ ഖേദത്തോടു കൂടി ഇസ്തിഗ്ഫാർ ചെയ്യാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യും. ഇനി നമ്മൾ തൗബ ചെയ്യുമ്പോൾ രഹസ്യമായ പാവം രഹസ്യമായും തൗബ ചെയ്യണം, പരസ്യമായ പാവം പരസ്യമായും പറയണം. രഹസ്യമായ പാവം രഹസ്യമായി തൗബ ചെയ്യാം, പരസ്യമായ പാവം പരസ്യമായി തന്നെ പശ്ചാത്തപിച്ചേ പറ്റും. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഖുൽതു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ ഔസിനി എനിക്ക് ചില ഉപദേശങ്ങൾ നൽകണം നബിയേ, എനിക്ക് ചില ഉപദേശങ്ങൾ നൽകാൻ വേണ്ടി നബി തങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നോട് അലൈക ബി തഖ്വല്ലാഹി മസ്തതഅത് കഴിവനുസരിച്ച് നീ അല്ലാഹയെ ഭയപ്പെടുക. നിന്റെ കഴിവനുസരിച്ച് എങ്ങനെ ഭയപ്പെടാൻ കഴിയുമോ ആ കഴിവനുസരിച്ച് അല്ലാഹയെ ഭയപ്പെടുക. ആ കഴിവനുസരിച്ച് നീ ഭയപ്പെടുക. അലൈക ബി തഖ്വല്ലാഹി മസ്തതഅത് കഴിവനുസരിച്ച് നീ ഭയപ്പെടുക. വദ്കുർ റബ്ബദ്കുരില്ലാഹ ഇൻദൽ ഹജരി വൽ വശജരി ഇൻദ കുല്ലി ഹജരിൻ വശജരിൻ എവിടെ തിരിഞ്ഞാലും അല്ലാഹയെ കുറിച്ച് നീ ഓർക്കുക. കല്ലിന്റെ അടുത്ത് പോയാലും മണ്ണിന്റെ അടുത്ത് പോയാലും മരത്തിന്റെ അടുത്ത് പോയാലും പാലെടുക്കാൻ പോയാലും റബ്ബർ വെട്ടാൻ പോയാലും വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നാലും എവിടെ പോയാലും എന്ത് ചെയ്യാ, നീ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുക. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുക. പടച്ചവനെ നീ സ്മരിക്കുക, അവനെ പുകഴ്ത്തുക, വാഴ്ത്തുക. മറിച്ച് പിന്നീട്
നീ ഒരു തെറ്റിലേക്ക് ചാടിയാൽ, നീ ഒരു തെറ്റ് ചെയ്താൽ ഫഹദിസ് അലൈഹി ബിത്തൗബ, നീ അതിന്റെ പേരിൽ നീ തൗബയെ പുതുക്കിക്കൊണ്ടിരിക്കണം. നീ ഒരു തെറ്റ് ചെയ്തു, നീ ഒരു തെറ്റ് ചെയ്താൽ ഫഹദിസ് ലഹു ബിത്തൗബ, തൗബയെ നീ പുതുക്കിക്കൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക. السر بالسر والعلانية بالعلانية أو كما قال عليه السلام. രഹസ്യമായി തെറ്റ് ചെയ്താൽ രഹസ്യമായി തൗബ, പരസ്യമായി തെറ്റ് ചെയ്താൽ പരസ്യമായി തൗബ. രഹസ്യഭാവത്തിന് രഹസ്യമായി, പരസ്യഭാവത്തിന് ചിലരെ പള്ളിയിലൊക്കെ വിളിച്ചിരുത്തിയിട്ട് പരസ്യമായി നീ ആക്ഷേപിച്ചവനാണ് പ്രസിഡന്റിനെ, മെമ്പറിനെ, സെക്രട്ടറിയെ, ഉസ്താദിനെ, അതുകൊണ്ട് നീ പരസ്യമായി നീ മാപ്പ് പറയണം. അതെന്ത് പറയിപ്പിക്കണം? എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, രഹസ്യമായി തൗബ തെറ്റ് ചെയ്തവൻ രഹസ്യമായി തൗബ ചെയ്യട്ടെ, പരസ്യമായി ചെയ്തവൻ പരസ്യമായി വന്ന് മാപ്പ് പറയട്ടെ. അതിനാണല്ലോ നമ്മൾ പത്രത്തിലൂടെയൊക്കെ മാപ്പ് പറയാൻ പറയാം. മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും ചെയ്യാൻ എടുക്കാൻ ഒന്നും പോകില്ല. മാപ്പ് പറഞ്ഞില്ല എങ്കിൽ ചിലപ്പോൾ അവനെ ഇങ്ങനെ കരുതിയിരിക്കും പ്രശ്നം. അതുകൊണ്ട് മാപ്പ് പറയണം. രഹസ്യമായിട്ടാണെങ്കിൽ രഹസ്യം, പരസ്യമാണെങ്കിൽ പരസ്യം. പിന്നെ വേറെ ഉണ്ട്, ചിലരുണ്ട് രഹസ്യഭാവം പരസ്യപ്പെടുത്തും. അത് പാടില്ല, അത് ഏറ്റവും വലിയ ഭാവം. രഹസ്യഭാവം പരസ്യപ്പെടുത്തും. നബി ഹുറൈറ റളിയല്ലാഹു തആല ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിറൂൻ. എന്റെ ഉമ്മത്തികളുടെ പാവങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ്. ഇല്ലൽ മുജാഹിറൂൻ, പാപം പരസ്യപ്പെടുത്തുന്നവനൊഴികെ. അതെങ്ങനെയാണ് ഈ പാപം പരസ്യപ്പെടുത്തുക? വിഡ്ഢികളിൽ പെട്ടവനാണ്, വിഡ്ഢിത്തരമാണ്. കഴിഞ്ഞ രാത്രിയിൽ അവനൊരു തെറ്റ് ചെയ്തു പോയി. ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി കഴിഞ്ഞ രാത്രിയിൽ ഒരു തെറ്റ് ചെയ്തു പോയി. അല്ലാഹു തആല ആ തെറ്റ് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. നേരം വെളുത്തപ്പോൾ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഫുലാൻ, ഓ അളിയ, അമിൽതുൽ ബാരിഹത കദാ വ കദാ, അവളെ ഞാൻ വശത്താക്കി കൊണ്ടുപോയി അളിയ, എന്റെ കാര്യം സാധിച്ചു എന്ന് പറയുന്നവൻ ഏറ്റവും വലിയ പാപിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളിപ്പോ അങ്ങനെയാണല്ലോ, പാവം വിളിച്ചു പറയുക, മണിയറയിലെ രഹസ്യം വിളിച്ചു പറയൽ. ആദ്യ രാത്രി കഴിഞ്ഞ ഉടനെ കൂട്ടുകാരന്മാർ തമ്മിൽ ഒരു ചർച്ച, കൂട്ടുകാരികൾ തമ്മിൽ ഒരു ചർച്ച, കൂട്ടുകാരന്മാർ തമ്മിൽ യാത്ര ചെയ്യുമ്പോൾ ഭാര്യമാരുമായി എങ്ങനെ ഇണങ്ങി കഴിഞ്ഞു, ഇണചേർന്നിരുന്നു, അതിനെ കുറിച്ച് ഒരു ചർച്ച. അവനെ കുറിച്ച് എന്താ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞത്? ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ നാളിൽ ഏറ്റവും നികൃഷ്ടമായ പദവി അലങ്കരിക്കുന്നവൻ റജുലുൻ, ഒരു പുരുഷനാണ്. യുഫ്ളി ഇലാ യുഫ്ളി ഇലാ ഇംറഅതിഹി വതുഫ്ളി ഇലൈഹി ثم ينشر سرها, തന്റെ ഭാര്യയുമായി കൂടി ഇണങ്ങിയതിനു ശേഷം, ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തിയതിനു ശേഷം ثم ينشر سرها, ആ രഹസ്യത്തെ പരസ്യപ്പെടുത്തിയവനാണ് നാളെ നരകത്തിൽ, നാളെ മഹ്ശറിന്റെ മൈതാനിയിൽ ഏറ്റവും വലിയ നികൃഷ്ടമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവനെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? തൗബ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സൂക്ഷിക്കണം. അല്ല ചുമ്മാ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും തൗബ ചെയ്താ അതാ ഒന്നും സ്വീകരിക്കാത്തത്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാല് കാര്യങ്ങൾ അറിയാവും. ഈ പറഞ്ഞ നരകത്തെ കുറിച്ച് കേട്ടോ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെ തൗബ ചെയ്യാം. ഈ തൗബയ്ക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്, അതൊക്കെ ഉസ്താദ് പറഞ്ഞത് എനിക്കിനി പറയാൻ സമയമില്ല. ഇന്നലെ ഞാൻ അതിനനുസരിച്ച് കുറെ നീട്ടി പറഞ്ഞത്. ഇന്ന് ഞാൻ നീട്ടുന്നില്ല, ഞാൻ നിർത്താൻ പോവാ. 2 മണിക്കൂറായി, എനിക്ക് നാളെ മദ്രാസിൽ പോകേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ പരിശുദ്ധമായ റമളാൻ മാസം സമാഗതമാകുമ്പോൾ അതിനു മുമ്പ് തൗബ ചെയ്ത് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കണം. തഖ്വ കൊണ്ട് നരകത്തിൽ നിന്നുള്ള മോചനം, അടുത്ത തഖ്വ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം. അതും കൂടെ അല്ലാഹു നമുക്ക് ഓഫർ ചെയ്യുന്നു. സ്വർഗ്ഗത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല. ആ സ്വർഗ്ഗം അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആർക്കാണെന്നുള്ള ഒരായത്ത് ഓതിയിട്ട് ഞാൻ നിർത്തുകയാണ്. സ്വർഗ്ഗം അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. مثل الجنة التي وعد المتقون فيها أنهار من ماء غير
مطهرة وهم فيها خالدون. الله تعالى സ്വർഗ്ഗത്തെ കുറിച്ച് പറയുകയാണ്. സ്വർഗ്ഗത്തിന്റെ ഉപമ മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ. ആർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തിന്റെ ഉപമയാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ. ആർക്ക് വേണ്ടി ഇന്ന് ചോദ്യം ചോദിച്ചില്ല. ആർക്ക് വേണ്ടി? മുത്തഖീങ്ങളുടെ കാര്യമാണ് അന്ന് പോലെ തുടങ്ങിയത്. അപ്പൊ ആ മുത്തഖീങ്ങൾക്ക് വേണ്ടിയുള്ള സ്വർഗത്തിന്റെ ഉപമ കുടിക്കുന്നവരും കൊടുക്കുന്നവരും എടുക്കുന്നവരും ഒക്കെ ഓർത്തോളി. ഇനി അങ്ങനെ തൗബ ചെയ്ത് ഇത്ര നാൾ അല്ലാഹ് എല്ലാം തരും. നിങ്ങൾ കുടിക്കണോ? തരുന്നുണ്ട്. ഒന്നും പറയാൻ സമയമില്ല. കുടിക്കാനുണ്ട്, നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യമുണ്ട്, നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹു തരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. എന്ത് കാര്യമാണ് നീ ആഗ്രഹിക്കുന്ന മുഴുവൻ അള്ളാഹു തആല തരുന്നുണ്ട്. എപ്പോ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, നീ അങ്ങോട്ട് വാ, എല്ലാം തരാം. മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ. മുത്തഖീങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തിന്റെ ഉപമ. ഫീഹാ സ്വർഗത്തിലെ അരുവികൾ, സ്വർഗത്തിലെ നദികൾ, അതിൽ ഒരു കലർപ്പുമില്ലാത്ത ഒരശുദ്ധിയുമില്ലാത്ത ശുദ്ധമായ വെള്ളത്തിന്റെ ആറാണ്. ശുദ്ധമായ വെള്ളം, നല്ല വെള്ളം, കണ്ണുനീര് പോലെ വെള്ളം എന്ന് പറയുന്നല്ലോ. ഇവിടെ ഓരോരുത്തരൊക്കെ പോയി ഫാൾസിലൊക്കെ പോയി കുളിക്കും. മോളിൽ കയറി പോണം, അപ്പൊ അറിയാം അവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. അവരൊക്കെ ഓർക്കുന്ന നല്ല വെള്ളമായി വീഴുന്നതെന്ന്. നമ്മളൊക്കെ നമ്മുടെ ആ നാട്ടിലുള്ള ആറിലൂടെ ഒക്കെ ഒഴുകി പോകുമ്പോ നല്ല ഒഴുക്ക് വെള്ളം, അത് അള്ളാഹു അത് ഇസ്ലാമിന്റെ ഒഴുക്ക് വെള്ളം താഹിറാക്കിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്തന്നെ. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ആ തോട്ടിലൂടെ ആറ്റിലൂടെ മുകളിലോട്ടൊക്കെ നടന്നു പോയാൽ ഒരുപാട് ചാക്കുകെട്ട് കിടക്കുന്നതാണ്. കാരണം എന്താ? പ്ലാസ്റ്റിക് കോഴിയുടെ എല്ലാ അംശങ്ങളും അതിനകത്തുണ്ട്. അന്ന് തലേന്ന് വിട്ട് എല്ലാ മൃഗത്തിന്റെ കുടലും പണ്ടവും പോസ്റ്റ്മോർട്ടം ചെയ്തതും ഇത് മുഴുവനും കൊണ്ട് തള്ളുന്നത് ആറ്റിലേക്കാണ്, തോട്ടിലേക്കാണ്. അതിന്റെ അംശമാണ് നമ്മളിവിടെ കണ്ണുനീര് പോലത്തെ വെള്ളമാ, നല്ല വെള്ളമാ എന്ന് പറഞ്ഞ് നമ്മൾ കുടിക്കുന്നത്. 15 രൂപ കൊടുത്ത് മിനറൽ വാട്ടർ വെള്ളം വാങ്ങിയിട്ട് ഒന്ന് പരിശോധിച്ച് നോക്ക്, കുണ്ടളപ്പുഴുവിന്റെ അംശം അതിനകത്തും കാണും. മനസ്സിലായില്ലേ? അപ്പൊ നല്ല വെള്ളം ഇവിടെ ഇട്ട് ഇവിടെ അല്ല. സ്വർഗത്തിൽ അല്ലാഹു തആല ഒരു ന്യൂനതയില്ലാത്ത വെള്ളത്തിന്റെ ആറ്. പാലിന്റെ ആറ്. അല്ലാഹു ഇവിടുത്തെ പാലിനകത്ത് താത്താമാര് വെള്ളം എത്ര ചേർത്തിട്ടാ നമ്മ കൊണ്ട് തരുന്നത്. ഒന്നാമതേ ഇപ്പൊ പാലിന്റെ വിലയും കൂട്ടി. അപ്പൊ അതുകൊണ്ട് അവര് വെള്ളത്തില് അളവും കൂട്ടി. പൈസ കൂടുതൽ ചോദിച്ചാൽ തരികയില്ല. എന്നാ പിന്നെ പാലിന്റെ കട്ടിക്ക് നമ്മൾ ഒത്തിരി കുറവ് വരുത്താം. എന്റെ താത്താമാരെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നാളെ നരകത്തിൽ പോയി കിടക്കണ്ടേ. വെള്ളം കൂട്ടി വെള്ളം വിറ്റ് പൈസ മേടിച്ചാൽ ആ പൈസ വെള്ളം കൊണ്ടുപോകും. അടുത്ത കാറ്റും മഴയിൽ ആ വീടങ്ങ് പോകും. അതുകൊണ്ട് ഏത് അങ്ങനെ ചെയ്യല്ലേ. ഇല്ലെങ്കിൽ പശുവിനെ കുളിപ്പിക്കാൻ ഏതെങ്കിലും തോട്ടി കൊണ്ട് നിർത്തിയിട്ട് വരും, നല്ലൊരു ഒഴുക്ക് വന്ന് പശു അങ്ങ് പോകും. കാരണം എന്താ? വെള്ളം വിറ്റ് കാശുണ്ടാക്കിയപ്പോൾ വെള്ളത്താൽ മേടിച്ച പൈസ വെള്ളം കൊണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് വെള്ളത്തിൽ നിങ്ങൾ പാലില് മായം ചേർക്കരുതേ. ചിലര് കവർ പാല് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് കൊടുക്കുന്നവരുണ്ട്. ബാക്കി 1 ലിറ്റർ പശുവും പാല്, 2 ലിറ്റർ മിൽമ പാല്. അപ്പൊ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇവിടുത്തെ ഈ പാല് കൊണ്ടുവന്ന് ഒരു ദിവസം കാണും ഫ്രിഡ്ജ് വെക്കാതെ പരിസരത്തും കാണും കയറാൻ പറ്റുമോ? ഫ്രിഡ്ജിൽ വെക്കാതെ ഒന്ന് വെച്ചാൽ ഇതായിരിക്കും അവസ്ഥ. അപ്പൊ നാറ്റമുണ്ട്, അതിന്റെ കളർ മാറും, നിറം മാറും, ദുർനാറ്റം അടിക്കും. അതുകൊണ്ടല്ല പറഞ്ഞത് ഇവിടെ ഒരു ഫ്രിഡ്ജും ഇല്ല, ഇവിടെ ഒന്നുമില്ല. നിങ്ങൾക്ക് നല്ല സൂപ്പർ ആറ്. അതിന്റെ രുചിക്കോ നിറത്തിനോ ഭേദം ഒന്നും ഉണ്ടാകാത്ത ആറ് പാലിന്റെ. ഏത് തരത്തില് വേണം? ഹണീബി വേണോ,
കൊണ്ടസ വേണോ, വൈറ്റ് മിസ്ചീഫ് വേണോ, ഡോക്ടർ വേണോ, പവർ ഹോഴ്സ് വേണോ, കൊണ്ടസ 3XM 8PM ഏത് സാധനം വേണം, ഇതെല്ലാം ഇതൊന്നും ഇവിടുത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഈ ചത്ത എലി പന്നി ഇതിന്റെയൊക്കെ അംശം എടുത്തിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പക്ഷെ അവിടുന്ന് അള്ളാഹു തരുന്ന ഇതൊന്നുമല്ല. ഇവിടുത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞമ്മലൊരു കുലുക്കും കുലുക്കി പൊട്ടിച്ച് പരസ്പരം കുപ്പി തമ്മിൽ നടിപ്പിച്ച് ഇങ്ങനെ മോന്തി മോന്തി കുടിക്കുമ്പോൾ പിന്നെ കിടക്കുന്നത് കാണുന്നത് അവിടുന്ന് ഒഴുകി വന്ന് ഇവിടുത്തെ ചാലിലാവ എഴുന്നേക്കണം. അറിയില്ല ഇത് എവിടെ കിടക്കുന്നത്. വീട്ടിൽ വരുമ്പോ വാപ്പായെ കണ്ടാലും അറിയില്ല, ഉമ്മായെ കണ്ടാലും അറിയില്ല, ഭാര്യയെ കണ്ടാലും നീ എവിടെ പോയിരുന്ന ആളിയായി മരുന്ന് വാങ്ങിക്കാൻ പോയ ആളിയാ, വാപ്പാടത്ത് അറിയാം അത് മരുന്ന് മേടിക്കാൻ പോയ ആളിയാ. ഇച്ചിരി കുടിച്ചപ്പോഴാണ് തല നോക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഒരു വണ്ടി ഓടിച്ചു വന്നിട്ട് തല നോക്കുന്നില്ല. ഇപ്പൊ കുടിച്ചപ്പോ അളിയ വേണമെങ്കിൽ ആരുടെ വാപ്പാടത്ത് വാപ്പായും കണ്ടറിയില്ല, ഉമ്മായും കണ്ടറിയില്ല, ആരെയും കണ്ടറിയില്ല. ഇതാണ് ഇവിടുത്തെ സ്വഭാവം. അതുകൊണ്ട് അള്ളാഹു പറയുന്നു നല്ല മദ്യത്തിന്റെ കോപ്പം നിനക്ക് ഞാൻ തരാം. മദ്യത്തിന്റെ പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ ചഷകം നിനക്ക് തരാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അല്ലാഹു തരാം. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിറാബാ. അവിടെ വാപ്പായെ കണ്ട വാപ്പാന്നറിയാം, ഉമ്മായെ കണ്ട ഉമ്മാന്നറിയാം, ഭാര്യയെ കണ്ട ഭാര്യയെന്നറിയാം. വായിൽ നിന്ന് ഒരു മോശമായ നാവിൽ നിന്ന് ഒരു വാക്ക് പോലും വരികയില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിറാബാ. കാരണം എന്താ? അള്ളാഹുവാണ് ഇത് നിർമ്മിച്ചിങ്ങോട്ട് കൊടുത്തു വിടുന്നത്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന സാധനമാണ്. അതിനകത്തൊരു കലർപ്പും ഇല്ല, ഒന്നുമില്ല. ഖിതാമുഹു മിസ്ക്. അത് കസ്തൂരി കൊണ്ട് അത് പൊതിഞ്ഞ് അത് സീല് വെക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളാണത് പൊട്ടിക്കുന്നത്, നിങ്ങളാണത് പൊട്ടിക്കുന്നത്. മദ്യത്തിന്റെ ആറ്. പിന്നെ തേന്. ശുദ്ധമായ തേൻ. ഇവിടെ നമ്മൾ തേൻ എടുത്തിട്ട് ചക്കരയും കൂടെ ഒക്കെ കലക്കിയിട്ട് കൊണ്ട് ചെറുതേനാണ് വൻതേനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുവയ്ക്കുക. അത് പിന്നെ വെള്ളത്തിൽ ഒഴിച്ചു നോക്കണം, ടെസ്റ്റ് ലാബിലായിക്കണം. ഇതിനൊക്കെ പോണത് നല്ല സൂപ്പർ തേനിന്റെ ആറ് അല്ലാഹു നമുക്ക് തരുന്നുണ്ട്. തീർന്നില്ല. വലിയൊരു സാധനം, ഭയങ്കര സാധനം, ബഹുത്ത് ബഡ, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനം. അതാണ് അടുത്തത് അല്ലാഹു പറയുന്നത്. ആയത്തോതി പോലെയുള്ള വിശദീകരിക്കത്തില്ല. വലഹും ഫീഹാ അസ്വാജുൻ മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ. പരിശുദ്ധവതികളായ സുന്ദരികളായ വെളുത്തു തുടുത്ത വലിയ നേത്രങ്ങളുള്ള പെണ്ണുങ്ങളെ അല്ലാഹു തആല കൂടെ അങ്ങോട്ട് സമ്മാനിക്കും. വിശദീകരിക്കാൻ ഞാനില്ലേ, വിശദീകരിക്കാൻ ഞാനില്ലേ. അത് ഒരുപാടുണ്ട്. സൂറത്തുൽ വാഖിയയും സൂറത്തുർ റഹ്മാനും ഒക്കെ എടുത്ത് അങ്ങോട്ട് വിശറിയാണ്ടല്ലോ. ആ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തൽക്കാലം അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ എപ്പോഴെങ്കിലും അല്ലാഹു തൗഫീഖ് നമുക്ക് പറയും. ഇപ്പൊ പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു അത് വലഹും ഫീ അസ്വാജുൻ മുതഹ്ഹറയാണ്, പരിശുദ്ധവതികളായ പെണ്ണാണ്. ഹൈള്, നിഫാസ്, മലമൂത്ര വിസർജനം, വിയർപ്പ്, ദുർഗന്ധം വമിക്കുന്ന വിയർപ്പ്, ഇതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സുന്ദരികളായ പെണ്ണുങ്ങളാണ്. ഇവിടുത്തെ ഒരു പെണ്ണ് ലൈഫ് ബോയ് സോപ്പിട്ട് മിനുക്കിക്കൊണ്ട് പോയി ഇച്ചിരി പൗഡറും തേച്ചുകൊണ്ട് റോഡിലൂടെ വന്ന ഈ ദുനിയാവിലെ മുഴുവൻ കണ്ണും ക്യാമറ അതിന്റെ മുന്നിലോട്ടാണ്. മുഴുവൻ ഇത്തിരി പൗഡറിന്റെ കളർ അങ്ങോട്ട് കയറി, ബസ്സിനകത്ത് കയറി, തിരക്കിൽ അങ്ങോട്ട് പോയി ഇപ്പുറത്തോട്ട് പോയി, ആ ചൂടടിച്ച് തിരക്കെല്ലാം കൊണ്ട് വെയിലെല്ലാം കൊണ്ട് അതിന്റെ കളറും ഇതെല്ലാം അങ്ങ് പോകുമ്പോഴത്തേക്ക് പടച്ചവനെ പരിസരത്തിൽ വെള്ളം അടുത്ത് പോയി നിൽക്കാൻ പറ്റൂല, നാറ്റം അടിച്ചിട്ട്. കാരണം എന്താ? വെയില്, വിയർപ്പ് എല്ലാം കൊണ്ട് ആകെ. കാരണം ഇഷ്ടം പോലെ വസ്ത്രം ധരിക്കുന്നവരാണല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ സാധനം. പക്ഷെ അവിടെയോ അങ്ങനെ വലഹും ഫീ അസ്വാജുൻ മുതഹ്ഹറ ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ.
അള്ളാഹു നിനക്ക് ഈ പെണ്ണിനെ തരുന്നതിന് മുമ്പ് മനുഷ്യവർഗത്തിൽപ്പെട്ട ആരും ഭൂതവർഗത്തിൽപ്പെട്ട ആരും ഇവളെ തൊട്ടിട്ടേയില്ല, സ്പർശിച്ചിട്ടേയില്ല. لم يطمثهن إنس لم يطمثهن إنس جن قبلهم لم يطمثهن إنس قبلهم ولا جان. നിനക്ക് തരുന്നതിന് ആരും തൊട്ടിട്ടില്ല. നമ്മൾ പിന്നെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ജീവിതമാണെങ്കിൽ ഈ പറയപ്പെട്ട സാധനം എല്ലാം കിട്ടും. അല്ലാഹു തആല ചുമ്മാ ഇവരെ പോലെ ഇങ്ങനെ കണ്ടടത്തൊക്കെ പോകാനും വരാനും ഒന്നും അല്ല അവരെ അനുവദിച്ചിട്ടുള്ളൂ. ഓരോരുത്തരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു കൂടാരം ഉണ്ടാക്കി അതിലിട്ടിരിക്കുകയാണ്. പ്രത്യേകമായി ഒരു കൂടാരം അടിച്ച് അതിനകത്ത് അവരെ സൂക്ഷിച്ചിട്ടിരിക്കും. കണ്ണുകളൊക്കെ സൂക്ഷിക്കുന്ന പെണ്ണുകളാണ്. കണ്ണിന്റെ ദൃഷ്ടികളെ നിയന്ത്രിക്കുന്ന പെണ്ണാണ് അവർ. കണ്ടവരെ ഒന്നും ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കില്ല, വെന്തോക്ക് നോക്കുന്ന പോലെ. എല്ലാരെയും നോക്കാൻ പറ്റും. അങ്ങനെ നോക്കുന്ന പെണ്ണല്ല. ആർക്ക് വേണ്ടിയാണോ നിന്നെ അള്ളാഹു നൽകിയത് അവനെ മാത്രമേ നീ നോക്കുകയുള്ളൂ, വേറെ ആരെയും നോക്കുകയില്ല. അവൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നീ പറയും സലാമാ സലാമാ, വാ വാ, വെൽക്കം ഫോർ യു, സ്വാഗതം, കടന്നു വന്നാലും സലാം സലാം എന്ന് പറഞ്ഞിട്ട് ഹൂർലിങ്ങൾ വിളിക്കുന്നത്. ഇവിടുന്ന് ഉണ്ടംപൊരി വാങ്ങിച്ചോണ്ട് പോയില്ലെങ്കിൽ വരുന്ന പറയാൻ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഉഴുന്നോടെ വാങ്ങിച്ചോണ്ട് വരുന്നുണ്ടില്ലേ, അടുത്ത് വരുമ്പോ അയ്യോ മച്ച എന്താണ് അതുവരെയും മാറിയിരുന്നിട്ട് ഗൾഫിൽ നിന്ന് മാസം തന്നെ പൈസ കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ പിരാക്ക് തുടങ്ങും. പൈസ വരുമ്പോ അയ്യോ എനിക്ക് എന്തെല്ലാം ആവശ്യമില്ലാത്ത പറഞ്ഞു പഠിച്ചോനെ അടുത്ത മാസം 1000 രൂപ കൂട്ടി അയക്കാനുള്ള തോഫി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ദുആ അല്ലേ. അപ്പൊ അവിടെ അങ്ങനല്ല. സ്വർഗവാസികൾ ഇങ്ങനെ വരുമ്പോഴേ തന്നെ സലാമ സലാം, സമാധാനം സമാധാനം. അതാണ് അവിടുത്തെ സ്ത്രീകൾ ഇവിടുത്തെ വ്യത്യാസം. അല്ലാഹു തആല പറഞ്ഞു പ്രത്യേകമായ ഒരു പ്രകൃതിയിലാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങളുടെ ഇവിടുത്തെ സാധാ ലോക്കൽ പോലെ അല്ല. ഇതൊക്കെ ചുമ്മാ ഒരു ഹൂർലി. ഇതിനെ ഇപ്പൊ കാണുമ്പോഴേ നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പടച്ചവനെ അതിനെ എങ്ങാനും കണ്ടാ പിന്നെ പറയണോ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സ്വർഗത്തിലെ സ്ത്രീയുടെ ഒരു കൈത്തണ്ട എങ്ങാനും ഭൂമിയിൽ അള്ളാഹു കാണിച്ചാൽ സ്വർഗത്തിന് ദുനിയാവിൽ സൂര്യന്റെ ആവശ്യമില്ല. അത്രത്തോളം തിളക്കം. ഒന്ന് ആലോചിച്ച് നോക്കി, വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചാൽ ഇപ്പോഴും ആലോചിക്കണ്ട. പടച്ചവനെ നമ്മുടെ നാട്ടിലൊരു പെണ്ണിറങ്ങിയാൽ അള്ളാഹുവേ പവർ കട്ടിന്റെ കാലഘട്ടമാണല്ലോ, ഇനി എന്നാ വെളിച്ചം വരുന്നത്? അമാവാസി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കവിടെ തരുന്നതാണ്. എന്ന് പറഞ്ഞ പെണ്ണിനെ കുറിച്ച് ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ ബിഅയി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഉത്തമ തരണിയായ പെണ്ണ്. ഇനിയിപ്പോ എന്താ പറയുക അതിനെ കുറിച്ച്? കൊച്ചിയാർക്ക് ഇരുന്ന് ചിരിക്കുന്ന കണ്ടില്ലേ? എന്റെ പടച്ചവനെ, ഇപ്പോഴേന്ന് ചിരിക്കാൻ തുടങ്ങിയാൽ നീ വളരുമ്പോ നിന്റെ ചിരി എന്തായിരിക്കുമെന്ന് എനിക്ക് തന്നെ ഓർക്കാൻ പോലും കഴിയുന്നില്ല. കാരണം എന്താ, ഉമ്മ മടിയിലെടുത്ത് വെച്ചോണ്ടല്ലോ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. ടിവിയിൽ കാണിക്കുന്നത് ഇന്റർവെല്ല് വരുമ്പോ അവര് തമ്മിൽ ഓടി വരുന്നതും കൂടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടച്ച് ചെയ്യുന്നതും അല്ലേ? അപ്പൊ ഈ പഞ്ച് ചെയ്യണത് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ടില്ലേ ഇവനൊക്കെ ഇപ്പൊ ചിരിക്കണം. അല്ലെങ്കിൽ ഇവനെന്തറിയാൻ പറ്റും? പ്രസവിച്ച ഉടനെ വാങ്ങി വിളിക്കുന്നതിന് പറയും ഉമ്മ എത്ര ചാനലുള്ള ടിവിയാ വീട്ടിലിരിക്കുന്ന, റിമോട്ട് ഇതാന്നാ ചോദിക്കുന്നത്. വാങ്ങ് വിളിയൊക്കെ പിന്നെ മനസ്സിലായില്ല. അതാണ് ഇന്നത്തെ കാലഘട്ടം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കളെ സ്വാലിഹ്യങ്ങളാക്കി എടുത്ത രക്ഷയുണ്ട്. സ്വർഗത്തിൽ നമുക്ക് ഈ മക്കളെയും മാതാപിതാക്കളെ എല്ലാവരും നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ കിട്ടും. പക്ഷെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നത് എല്ലാം എന്താ നമ്മൾ ദുനിയാവിൽ ഇഷ്ടപ്പെടുന്നത് മുഴുവനും അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ തരും. എപ്പോൾ തഖ്വയുള്ളവരായാൽ. അതിനാണ് റമളാനിന്റെ നോമ്പ് അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയത്. തഖ്വയുള്ള യഥാർത്ഥ മുത്തഖീങ്ങൾ. അപ്പൊ ഇനിയിപ്പോ ഒന്നും മാറ്റി നിർത്തണ്ടായില്ല, എല്ലാം ഇല്ല. പെണ്ണുങ്ങൾക്ക് അതേപോലെ ഉണ്ട് ഹൂറിലിങ്ങൾ. പറഞ്ഞില്ലെങ്കിൽ അത് പെണ്ണുങ്ങളെ സമാധാനിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും പുരുഷന്മാരാണല്ലോ ഉള്ളത്. പിന്നെ പ്രത്യേകിച്ച് അവരുടെ കാര്യം എടുത്ത് പറയണം. പെണ്ണുങ്ങൾ മാത്രമായിട്ട് പോയിട്ടൊരു സന്തോഷമുണ്ടോ? സഹോദരിമാരെ മുസ്ലിയാക്കന്മാർ വന്നാലും ഹൂറിലിങ്ങൾ ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? നിങ്ങളെ ആർക്കാ കൊടുക്കുന്നത്? ഞങ്ങൾക്ക് ആരാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഒറ്റയ്ക്കാന്ന് അള്ളാഹ് പറഞ്ഞു വിടുന്നത്. ഇല്ലല്ലോ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളായിട്ടാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ. وأزواجهم في ظلال على الأرائك متكئون. സ്വർഗ്ഗത്തിലിരിക്കുന്ന അവസ്ഥ. സൂറത്ത് യാസീൻ. ഹും വഅസ്വാജുഹും അവരുടെ ഭാര്യമാരോടൊപ്പം ഭർത്താക്കന്മാരോടൊപ്പം ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അവിടുത്തെ തണലിൽ അവിടുത്തെ ഊഞ്ഞാലിൽ അവർ വിശ്രമിച്ച് ആടിക്കൊണ്ടിരിക്കും. ഇപ്പൊ കെട്ടിയവനുമായി കെട്ടിയോളുമായി ഭാര്യമാരുമായി ഭർത്താക്കന്മാരുമായി. ഇനി നിങ്ങൾക്ക് ഊർലിങ്ങളെ കിട്ടിയില്ല എന്ന് വേണ്ട.